ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിമന്തിയാണ്. കുഴിമന്തി. അപ്പം അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. മുളക് പൊടി, ഉപ്പ്, ചിക്കൻ ക്യൂബ്, മല്ലിപ്പൊടി, കുരുമുളക്, കുറച്ച് ഗരം മസാല, പിന്നെ ഉണക്കനാരങ്ങയും ചെറിയ ജീരകവും കൂടെയും പൊടിച്ചതാണ് ആ കറുത്ത മസാല. ഇതെല്ലാം കൂടി നമുക്ക് ഓയിലൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം അപ്പച്ചെമ്പിൽ ചിക്കൻ പുഴുങ്ങിയെടുക്കണം. അതായത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വേവിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് സ്പൈസസും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചിക്കൻ സ്റ്റീം ചെയ്ത വെള്ളം അരിക്ക് കണക്കാക്കി എടുക്കുക. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നാരങ്ങാനീരും ആവശ്യത്തിനുള്ള ഉപ്പും അരിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ചാർക്കോളോ ചിരട്ടക്കരിയോ ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെച്ച് പുകയ്ക്കാം. ഇവിടെ ചിരട്ടക്കരിയാണ് എടുത്തിരിക്കുന്നത്. ഇത്തിരി ഓയിലും കൂടി ഒഴിക്കുമ്പോഴേക്കും പുക വരും. ഒരു 3-4 മിനിറ്റത്തേക്ക് വെച്ചാൽ മതി. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് മണവും കിട്ടും. അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ.